Hey guys, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കൊച്ചു അനിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലനായിട്ടുള്ള ഒരു സൂപ്പർമാൻ്റെ വലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയും. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ചില കുട്ടികളിനൊക്കെ സ്പൈഡർമാൻ്റെ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് വല പോയെങ്കിൽ കൊള്ളാമായിരുന്നെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും വല വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വിടാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞു വെറുതെ സമയങ്ങളൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ള ഇതുപോലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തുമ്പിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അതായത് റോൾ ചെയ്ത് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യുക. അപ്പോൾ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു എൻഡായിരിക്കും കാണുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പശ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലോ ടേപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ട് തുമ്പ് നമുക്ക് ഒരുമാതിരിയാണുള്ളത്. അപ്പോൾ ആ ഒരു അറ്റം നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മുറിച്ച് കളയുക. മുറിച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ ജസ്റ്റ് പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് പശ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു അറ്റത്തിൻ്റെ അളവിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്ത പേപ്പർ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് ടൈറ്റായിട്ടല്ല, ശകലം ലൂസായാലും കുഴപ്പമില്ല, നല്ല ടൈറ്റ് ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പശ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പശ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള പശ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇപ്പം മടങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് വെക്കാനായിട്ടാണ്, വാച്ച് പോലെ. അപ്പോൾ ഇത് നിങ്ങളുടേതായ സൈസിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഓരോരുത്തരുടെ കയ്യിനനുസരിച്ച് ഇങ്ങനെയല്ല നമ്മൾ വയ്ക്കുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ ഒരു ബ്ലൂ കളറിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ക്രയോൺസ് ഇട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു അതായത് നമ്മളിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയില്ലേ, ഇത് ഫസ്റ്റ് ഉണ്ടാക്കിയത് റബ്ബർ ബാൻഡ്, അത് മാറ്റി വയ്ക്കുക. ഈ ഒരു പീസ് എടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെല്ലോ ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. കയറ്റിയതിന് ശേഷം ഈ റബ്ബർ ബാൻഡ് ഇതിൻ്റെ മുന്നിലൂടെ എടുക്കുക. എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മളിവിടെ വലിക്കുമ്പോൾ നല്ല പവറിൽ തന്നെ ഉള്ളിലോട്ട് പോകുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു സംഭവം കൂടി നമുക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് ഫയർ ചെയ്ത് പോകുന്നത് പോലെ, ഒരു ത്രെഡ് പോകുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ റീഫില്ലർ നമുക്ക് പകുതിയായിട്ട് മുറിക്കാം. ഇത് വർക്കില്ലാത്ത പേനായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇങ്ക് കളയാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ജസ്റ്റ് ഒന്ന് നടുക്കുന്ന മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനാണ് വേണ്ടത്, മറ്റേ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലുള്ള ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മുടെ റീഫില്ലർ നമ്മൾ പകുതി മുറിച്ച് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണുന്ന രീതി വയ്ക്കുക. അതായത് നീഡിൽ നമുക്ക് പുറത്ത് വരുന്ന രീതിയിലും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ബാക്ക് പോർഷനിൽ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലൂ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ റീഫില്ലറിൽ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടെ റെഡ് കളറാണ് അടിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ കളർ അടിക്കേണ്ട ആവശ്യമില്ല, ഇത് കാരണം നമ്മുടെ ത്രെഡിനെയും കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ത്രെഡ് പോകാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പണിയും കൂടി ഇനി ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള ഒരു നൂലാണ്. അപ്പോൾ നൂലിൻ്റെ ഒരു ഭാഗം, ഒരു എൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ബേക്കിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയതിന് ശേഷം അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ 2-3 ലോക്കൊക്കെ നമുക്ക് ഇട്ടാൽ നല്ലതാണ്.
അപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ആ നൂലിൻ്റെ തന്നെ അടുത്ത എൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബേക്കിൽ നമ്മളിപ്പോൾ ഒട്ടിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതായത് ഫ്രണ്ട് പോർഷൻ നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് പോകുന്നത്, അപ്പോൾ അവിടെ ആയിട്ട് തന്നെ ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഈ നൂലൊന്ന് നമുക്ക് ഇവിടെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇത് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വലിക്കുക. അതേപോലെ തന്നെ ഫ്രണ്ടിലെ റീഫില്ലർ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് ആക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം വിടുമ്പോൾ പോകുന്നതാണ്.